ആ മേയറിനെ പോലും താഴെ ഇറക്കാൻ വേണ്ടിയുള്ള CPM-ന്റെ ഏറ്റവും വലിയൊരു കൊടും ചതിയാണ് ഇതിലുള്ളത്. ഈ 3-4 മാസം ആയതേ ഉള്ളൂ പുള്ളിക്കാരൻ എല്ലാവരും അറിയപ്പെടുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്ത് അയച്ചു തന്ന വീഡിയോ ഞാനാണ് ഇട്ടത്. എനിക്ക് ധൈര്യത്തോടു കൂടി പറയാം, എൻ്റെ വീട്ടുകാർ വെട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ അഭിപ്രായം മാത്രമല്ല, നമ്മുടെ വാഴോട്ടോണം വാർഡിലെ എല്ലാ ജനങ്ങൾക്കും അത്യാവശ്യമാണ്. സുഗതം വന്നാലേ പറ്റുള്ളൂ. മാമൻ്റെ കേസ് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി മാമനെ കുടുക്കിയതാണ്. നേരെ ഇവിടുത്തെ രാജാവായിട്ട് വാഴയില്ലേ, നല്ലൊരു മനുഷ്യനല്ലേ. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും പറയല്ല. പുള്ളിക്കാരനാണെങ്കിലും കാരണം ഒരിക്കലും താഴെ പോവില്ല. BJP ആണ് അവിടെ ജയിച്ചിരുന്നെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സുഗതം ചെയ്യുന്നുണ്ട്. ചെയ്യണില്ല എന്ന് പറയാൻ ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്കും പറ്റൂല. ഞങ്ങളെ വീട് ഇത്രയും 10 വർഷമായി ഇതുവരെ CPM ഒന്നും ചെയ്തിട്ടില്ല. മറ്റേത് എത്ര മേയർമാരുണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടോ. പക്ഷെ നമ്മൾ തിരുവനന്തപുരം മേയർക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയും. ഇന്നലെ ജനിച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ മേയറിനെ കുറിച്ചറിയാം. ശിവൻകുട്ടി നല്ലതാണ്, രാഗി രവികുമാർ നല്ലതാണ്. നമസ്കാരം. കേരളത്തിൽ നിന്ന് ഏവരും ശ്രദ്ധിക്കുന്ന ഒരു കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡിൻ്റെ കൗൺസിലറായിരുന്ന സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലടച്ച സംഭവത്തെ തുടർന്നാണ് ഇവിടെ ഇത്തരം ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ഈ കോർപ്പറേഷൻ കൂടുതൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സുഗതൻ്റെ വാർഡായിട്ടുള്ള വാഴോട്ടുകോണത്താണ്. ഇന്ന് ഉച്ച സമയമാണ്. ഈ സമയത്ത് ഇവിടെ ആരെയും കാണുന്നില്ല. പുറത്തൊന്നും വലിയ ആളുകളെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഓരോ വീടുകൾ തോറും സുഗതനെക്കുറിച്ച് ഇവിടെയുള്ള ജനങ്ങൾ എന്ത് കരുതുന്നു, സുഗതനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, എന്താണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നതിനെക്കുറിച്ചിട്ടുള്ള എന്ന് ജനങ്ങളിൽ നിന്ന് തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുകയാണ്. അപ്പോൾ ആദ്യമായി ഒരു വീടിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ വീട്ടിലൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ഇതും ഡോർ അടച്ചിട്ടിരിക്കുകയാണ്. സാധാരണ ഒരു ഉച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ ഡോർ അടച്ചിട്ടിരിക്കുകയാണ്. ഹലോ, ചേച്ചി നമസ്കാരം. നമ്മുടെ ചാനലിൽ നിന്നാണ് ഒരു കാര്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വാഴോട്ടുകോണം വാർഡിലെ നിങ്ങളുടെ കൗൺസിലർ ഇപ്പോൾ കാപ്പ കേസിൽ പ്രതിയെ ജയിലിലാണ്. നിങ്ങളുടെ കൗൺസിലറായിട്ടുള്ള സുഗതനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനെന്ന് വെച്ചാൽ നല്ല അഭിപ്രായമാണ്. പുള്ളിക്കാരനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നമുക്ക് ഇപ്പോൾ പുള്ളിക്കാരൻ വന്ന് നല്ല വികസനവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജാതിയോ മതമോ ഒന്നുമല്ല. പുള്ളിക്കാരൻ എല്ലാവർക്കും വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വ്യക്തിയാണത്. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയായാലും നമുക്ക് 5 വർഷം പുള്ളിക്കാരനെ വേണം. പിന്നെ എന്തെന്ന് പറയുന്നത്, ഈ 3-4 മാസം ആയതേ ഉള്ളൂ പുള്ളിക്കാരൻ എല്ലാവരും അറിയപ്പെടുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ പഴയ മന്ത്രി MLA കൊണ്ടുവന്ന വികസനത്തെക്കുറിച്ച് കുറേ ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് ഇവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയത്. പിന്നെ എന്ത് പറയാൻ, എത്രയും പെട്ടെന്ന് സുഗതം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രമല്ല, നമ്മുടെ വാഴോട്ടോണം വാർഡിലെ എല്ലാ ജനങ്ങൾക്കും അത്യാവശ്യമാണ്. സുഗതം വന്നാലേ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനൊരു കാപ്പ കേസിൽ പ്രതി എന്ന് പറയുന്നുണ്ട്. നമുക്കങ്ങനെ വ്യക്തമായിട്ടൊന്നും അറിഞ്ഞില്ല. പക്ഷെ പുള്ളിക്കാരനെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നല്ലൊരു വ്യക്തിയാണ്. നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം 46 വർഷത്തിന് ശേഷം നമ്മുടെ BJP ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയർ ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. മേയറിനെ കുറിച്ച് എന്താ അഭിപ്രായം? മേയറിനെ കുറിച്ച് എന്തോന്ന് പറയാന്, മേയർ ഇവിടുത്തെ രാജാവായിട്ട് വാഴയില്ലേ, നല്ലൊരു മനുഷ്യനല്ലേ. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും പറയല്ല. പുള്ളിക്കാരനാണെങ്കിലും രാഷ്ട്രീയം ഒന്നും നോക്കണില്ല. എല്ലാവർക്കും എന്ത് പ്രശ്നം വന്നാലും മുന്നോട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ ലോകം മൊത്തം അറിയപ്പെടുകയാണ്. നമ്മുടെ തിരുവനന്തപുരം എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു മേയറുണ്ടെന്നും. മറ്റേത് എത്ര മേയർമാരുണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടോ. പക്ഷെ നമ്മൾ തിരുവനന്തപുരം മേയർക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയും. ഇന്നലെ ജനിച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ മേയറിനെ കുറിച്ചറിയാം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഇവിടുത്തെ ജനങ്ങളെല്ലാം വ്യക്തികളെല്ലാം കൂടെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മളെ തിരുവനന്തപുരത്ത് ഒരു BJP ഒരു മേയർ വന്നത് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. ഈ സുഗതൻ്റെ ഒരു വിഷയം കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം അത് ഇപ്പം മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തിങ്കളാഴ്ച തന്നെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ വാർഡിലൊരു കൗൺസിലറുടെ ഒരു അഭാവമാണ് ഇതിന് കാരണമാകുന്നത്. അത്തരം ഒരു സാഹചര്യം കോർപ്പറേഷന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. 100% പാടില്ല. എന്ന് വെച്ചാൽ
എങ്ങനെ പറയണമെന്നൊന്നും അറിയട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ജനങ്ങൾ ഇവിടെ വാഴോട്ടോണം വാർഡിൽ സുഗതനെ ജയിപ്പിച്ചതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുഗതൻ ഞങ്ങൾക്ക് കിട്ടണം. ഒരുപാട് നല്ല കാര്യങ്ങൾ സുഗതൻ ചെയ്യുന്നുണ്ട്, ചെയ്യണില്ല എന്ന് പറയാൻ ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്കും പറ്റൂല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഇടവഴിയിലൊക്കെ ഉണ്ടല്ലോ ടാറിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത്, ലൈറ്റില്ല, എത്രയും നാളുകൊണ്ട് ലൈറ്റ് ഇല്ലാത്തടത്ത് ലൈറ്റ് വന്ന്, ഇനി ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരന് ചെയ്യണമെന്നുണ്ടെന്ന്. സുഗതൻ വന്നാലല്ലേ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഗതൻ്റെ വാർഡിൽ, ഈ വാഴോട്ടുകോണം വാർഡിൽ പല വീടുകളും ഈ ഉച്ച സമയത്ത് ഞങ്ങൾ പോയി തട്ടുകയുണ്ടായി. ചില വാതിലുകൾ തുറന്നു, ചിലർ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സാധാരണക്കാരെ ഒരു വീട്ടമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ആ വീട്ടമ്മ തന്നെ നമ്മളോട് പറയുകയുണ്ടായി. ഇത് ആണ് ഈ വാഴോട്ടുകോണത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കോർപ്പറേഷൻ്റെ ഭരണം നിലനിൽക്കണം. അതുപോലെ തന്നെ അവർ തിരഞ്ഞെടുത്ത അവരുടെ ജനപ്രതിനിധിയായിട്ടുള്ള സുഗതൻ ഇവിടെ കൗൺസിലർ 5 വർഷക്കാലം ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു സാധാരണ വീട്ടമ്മ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈ ജനങ്ങളുടെ വികാരം, ഇവിടുത്തെ വാഴോട്ടുകോണത്തെ ജനങ്ങളുടെ വികാരം. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ വികാരം എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി, എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും നിങ്ങളുടെ കൗൺസിലർ തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. ഇത് കേരള രാഷ്ട്രീയം എന്നുള്ള ചാനലാണ്, നിങ്ങൾക്ക് FBയിൽ നോക്കിയാൽ കിട്ടും. ശരി, ഇവിടുത്തെ വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നത്. സുഗതൻ ഇപ്പോൾ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലാണ്. സുഗതനെ കുറിച്ച് എന്താ അഭിപ്രായം? സുഗതൻ മാമനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. മാമനെക്കുറിച്ച് ഒരു ദുഷിച്ച അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. പിന്നെ മാമനെ ഇതിൽ കുടുക്കിയതാണ്. മാമൻ്റെ കേസ് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി മാമനെ കുടുക്കിയതാണ്. എന്ന് വെച്ചാൽ വാഴോട്ടുകോണം വാർഡിൽ ഇവിടെ BJP ജയിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നം ഇവിടെ നടന്നത്. മാമൻ്റെ പേരിൽ കാപ്പ കേസ് ചുമത്തി എന്ന് പറയണം. മാമ മാത്രമേ ഉള്ളൂ ആ കാപ്പ കേസ് പ്രതി. മാമൻ്റെ വീട് കയറി മാമനെയും അശു ചേച്ചിയെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചു. ചേച്ചിയെ നിലത്തിട്ട് ചവിട്ടി. ചേച്ചി, നമ്മളിപ്പോൾ ഹിന്ദുക്കൾ ഇതിൽ താലിയെന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്നതിന് തുല്യമാണ് അല്ലേ? ആ താലി, മാമൻ കെട്ടിയ താലി എന്തിനു പൊട്ടിച്ചു? എന്തിനാണ് ഈ ദ്രോഹത്തിനും ചെയ്തത്? ഇതാര് പറഞ്ഞിട്ട് ചെയ്തു? പിന്നെ വട്ടൂർക്കാവ് CI ഞങ്ങളും അവിടെ ജാഥയ്ക്ക് പോയതാണ്. ഈ നമ്മൾ ചെല്ലുമ്പോഴത്രയും പുരുഷ പോലീസാണ് ബാക്കിൽ നിന്നിട്ട് പെൺ പോലീസിനെ ഫ്രണ്ടിൽ നിർത്തും. പിന്നെ പെണ്ണുങ്ങൾ ചെല്ലുമ്പം നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പം പെൺ പോലീസ് ബാക്കിലോട്ട് പോവുകയും ചെയ്യും, പുരുഷ പോലീസ് ഫ്രണ്ടിലോട്ട് വരികയും ചെയ്യും. ഒരു മാന്യത പോലും ഇല്ലാതെയാണ് സമരം ചെയ്യാൻ വന്ന പെണ്ണുങ്ങളടുത്ത് പെരുമാറുന്നത്. ഇതൊക്കെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയെ ഇത്രയും ക്രൂരമായിട്ടും പൈശാചികമായിട്ടും നിരന്തരം ദ്രോഹിക്കുന്നതിലൊരു പരിധിയില്ലേ? ഇപ്പം സുഗതൻ ജാമ്യം പോലും ലഭിക്കാനില്ലാത്ത ഒരു കാരണത്താൽ സുഗതൻ്റെ സത്യപ്രതിജ്ഞ ആ ഒരു പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നം കാരണം സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സാഹചര്യം വരുന്നു. അതിപ്പോൾ നടക്കാതെ പോകുന്നു. ഇനിയിപ്പോൾ ഭരണത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഭരണം താഴെ പോകുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഭരണം ഒരിക്കലും താഴെ പോകില്ല. BJP ആണ് അവിടെ ജയിച്ചിരുന്നെങ്കിൽ, കോർപ്പറേഷനിൽ BJPക്ക് ജയിക്കുന്നതിലൊരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഭരണം നടത്തുകയും ചെയ്യും. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം കണ്ടല്ലോ എന്ത് തെറ്റാണ് മേയർ ചെയ്തത്. മേയറിൻ്റെ കാല് വരെ വെച്ചില്ലേ. ശിവൻകുട്ടി നല്ലതാണ്, രാഗി രവികുമാർ നല്ലതാണ്. ഇവരൊക്കെ എന്ത് നല്ലവരായിട്ട് മറ്റുള്ളവരെ കാപ്പ കേസ് എന്ന് പറയുന്നത്. കാപ്പ ചുമത്തിയത് എന്തിനാണ്? കാപ്പ ചുമത്തിയത് എന്തിനാണ്? കാപ്പ ചുമത്തിയ മാമൻ്റെ പേരിൽ ഇവിടെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്തിട്ടുണ്ട്, മൊത്തം ജനങ്ങൾക്കും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഹായം ഇപ്പം ചെയ്യുന്നുമുണ്ട്. വികസിത വാഴോട്ടുകോണം എന്നുള്ള ഗ്രൂപ്പിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യണുണ്ട്. ആ വ്യക്തിയെപ്പറ്റി മനഃപൂർവ്വം ചെയ്ത ഒരു തെറ്റാണ്. ഈ നാട്ടുകാർ ചെയ്തതല്ല, ചെയ്തത് ഈ 2 പേര് മാത്രമാണ് ചെയ്തത്. ആ വീഡിയോ ഞാനാണ് ഇട്ടത്. എനിക്ക് അയച്ചു തന്ന വീഡിയോ ഞാനാണ് ഇട്ടത്. എനിക്ക് ധൈര്യത്തോടു കൂടി പറയാം, എൻ്റെ വീട്ടുകാർ വെട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പാളയം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വരെ ഭീഷണി വന്നിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾ ഈ കോർപ്പറേഷൻ ഇപ്പോൾ 46 വർഷത്തിന് ശേഷമാണ് BJP ഭരിക്കുന്നത്. മേയറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. ഇതുവരെ കണ്ടിട്ടില്ല, എന്നാലും നല്ലൊരു മനുഷ്യനാണ്. കാരണമെന്ന് വെച്ചാൽ BJP 20 വർഷത്തിന് ശേഷമാണ് വാഴത്തോണത്ത് ജയിച്ചിട്ടുള്ളത്. അപ്പം നമുക്കൊരു മേയറിനെ കിട്ടിയപ്പം ആ മേയറിനെ പോലും താഴെ ഇറക്കാൻ വേണ്ടിയുള്ള CPMൻ്റെ ഏറ്റവും വലിയൊരു കൊടും ചതിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് മാറി സുഗതൻ ജയിൽ മോചിതനാവണമെന്നാണ് നിങ്ങൾ ജനത ആഗ്രഹിക്കുന്നത് തന്നെ. ജനത മാത്രമല്ല, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അമ്മയും എൻ്റെ 2 മക്കളും ഉൾപ്പെടെ സുഗതമ്മാവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞതിൽ ടാർസൻ പ്രശാന്തിൻ്റെ പേരും വിശാലൻ ഷാജിയുടെ പേര് പറഞ്ഞതിൽ എനിക്ക് എന്തൊരു ഇത് വന്നാലും എനിക്കതിലൊരു പ്രശ്നമില്ല. മാമന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പ്രത്യേകിച്ച് ഞങ്ങളെ വീട് ഇത്രയും 10 വർഷമായി, 10 വർഷമായി ഇതുവരെ CPM ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കുട്ടിക്ക് ഇപ്പം ബുക്ക് തൊട്ട് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി തന്നത് അശ്വതി ചേച്ചിയാണ്, മാമൻ്റെ ഭാര്യ. മാമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ മാമൻ്റെ ഭാര്യ തന്നെയാണ് ഞങ്ങൾക്ക് ബുക്കും ബാഗും ഒക്കെ കൊണ്ട് തന്നത്. പിന്നെ രണ്ടാമത് മാമ ഞങ്ങൾ വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വ്യക്തിയെ ഇത്രയും 5 വീടുകൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മാമ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് മാമ എന്ന് വിളിക്കുന്നതുകൊണ്ട് സുഗതൻ എൻ്റെ ആരെന്ന് നമ്മൾ എൻ്റെ മാമൻ തന്നെ എന്നാണ് പറയണത്. കാരണമെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് അവിടെയാണ് മാമൻ്റെ ചേച്ചിയുടെ അമ്മയൊക്കെ താമസിച്ച അന്ന് തൊട്ട് ഞങ്ങൾക്ക് ഇവരെ പറ്റി അറിയാം. ചേച്ചിയെ പറ്റി മോശമായിട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത്. ചേച്ചിയെ പറ്റി ഈ ഫേസ്ബുക്കിൽ ഇടുന്ന ആൾക്കാർക്ക് എന്തറിയാം ചേച്ചിയെ പറ്റി എന്തറിയാം? ചേച്ചി മാമൻ്റെ കൂടെ ജീവിക്കാൻ എത്ര വർഷമായെന്നൊന്നും എനിക്കറിയാം. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ മാമനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്.